ഇന്നുണ്ടല്ലോ ഒരു ഓഫ് ഡേ. അപ്പൊ ഇങ്ങനെ കുറേ നേരം ആലോചിച്ച് എന്നാ കഴിക്കണമെന്ന്. അപ്പൊ പിന്നെ മനസ്സിൽ തോന്നിയ ഒരു ഐഡിയ ആണ്, എന്റെ പൊട്ട ബുദ്ധിയിൽ തോന്നിയ ഒരു ഐഡിയ ആണ് എന്നെ എന്ത് പോർക്ക് റിബ്സ് ഉണ്ടാക്കിയേക്കാം. എന്തായാലും കടയിൽ പോയപ്പോ സാധനം മേടിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഐറ്റം. ഏകദേശം ഒരു 1 kg 60 grams സാധനമുണ്ട്. ഞാൻ ഇതുവരെയായിട്ട് ഇത് ഉണ്ടാക്കിയിട്ടില്ല, ആദ്യമായിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എന്റെ കുക്കിംഗ് ഗുരുക്കൾ എല്ലാം മനസ്സിൽ ധ്യാനിച്ച് ഞാൻ അങ്ങോട്ട് തുടങ്ങും. അപ്പൊ നമുക്ക് കാണാമേ ഇത് എന്താവും എന്നുള്ളത്. ഞാനിവിടെ മസാല സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ ഇത്രയും ഇതേണ്ടേ, ഇത് നമ്മുടെ മാരിനേറ്റ് ചെയ്യുന്ന ഒരു പൗഡറാണ് പോർക്കിന്റെ. അത് കുറച്ചിട്ടിട്ടുണ്ട്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കുറച്ച് പെപ്പർ പൗഡർ, സോൾട്ട്, പിന്നെ മഞ്ഞൾപ്പൊടി, ഇത്രയും സാധനങ്ങളാണ്, ഒലിവ് ഓയിൽ, ഇത്രയും സാധനങ്ങളാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതൊന്ന് മിക്സ് ചെയ്യണം. അതിന് മുന്നേ ആയിട്ട് ഈ പോർക്ക് ഒന്ന് ഡ്രൈ ചെയ്തെടുക്കണം. അപ്പൊ ഇതൊന്ന് ഡ്രൈ ചെയ്തിട്ട് തിരിച്ച് ഇപ്പുറത്തെ സൈഡും കൊണ്ടൊന്ന് ഡ്രൈ ചെയ്തെടുക്കണം. അല്ലെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആ മസാല പിടിക്കൂല, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഇതിനകത്ത് നമുക്ക് നെക്സ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൊച്ചു കത്തി എടുക്കുക, ഒന്ന് കുത്തിയിട്ടേക്കാം. ആ ജസ്റ്റ് ആ മസാലയൊക്കെ നമ്മുടെ ഇതിനകത്തൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്ക് പോർക്കിലേക്ക് മസാല പെതുക്കി ഒന്ന് തേച്ച് കൊടുക്കാം. ആക്ച്വലി ഇത് ആൾക്കാർ ഭയങ്കര ഗ്ലൗസ് ഒക്കെ ഇട്ട് ഭയങ്കര സെറ്റപ്പ് ആയിട്ടാണ് ചെയ്യുന്നത്. നമ്മുടെ വീട്ടിൽ അമ്മമാർ ആരും ഗ്ലൗസ് ഇടുന്നില്ല. ആൻഡ് വി ആർ നോട്ട് ഗോണ സെർവ് ദിസ് ടു മെനി പീപ്പിൾ. നമ്മൾ വീട്ടിലുള്ളവർ മാത്രം കഴിക്കുന്നതുകൊണ്ടാണ് ഞാൻ കൈ കൊണ്ട് പുരട്ടുന്നത് കേട്ടോ. തിരിച്ചിട്ടിട്ട് ഇപ്പുറത്തെ സൈഡിൽ കൂടെ നമുക്ക് ഇതുപോലെ ഒന്ന് മസാല പുരട്ടി കൊടുക്കാം. നമുക്കിത് കുറച്ച് നേരം, ഏകദേശം ഒരു 2 മണിക്കൂറെങ്കിലും മിനിമം മാരിനേറ്റ് ചെയ്യാൻ വെക്കണം എന്നാണ്. നമുക്കൊരു മിനിമം 2 മണിക്കൂർ ഇത് മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. ഒരു ദിവസം മുഴുവനായിട്ട് മാരിനേറ്റ് ചെയ്യാൻ വെച്ചാലും നല്ലതാണ്. ഞാൻ അപ്പോഴത്തേനും ഓവൻ ഒന്ന് ചൂടാക്കട്ടെ. അപ്പൊ വേണ്ടേ നമ്മൾ ഇത് മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞു. കുറച്ച് വെജീസ് ഞാൻ സൈഡിൽ വെച്ചിട്ടുണ്ട്, ചുമ്മാ ഒരു ഭംഗിക്ക് കേട്ടോ. അപ്പോൾ ഓവൻ ഞാൻ 180 ഡിഗ്രീസിൽ ഓൾറെഡി പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പൊ നമുക്കിത് വെക്കാം. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. നമുക്ക് നമ്മുടെ ഗ്രില്ലിൻ്റെ അപ്ഡേറ്റ് നോക്കാം. നന്നായിട്ട് മുരിയുന്നുണ്ട്. ഒരു 10 മിനിറ്റും കൂടെ ആശാൻ ഇരിക്കാനുണ്ട്. അപ്പം ഞാനൊരു കുഞ്ഞ് പീസ് എടുത്തൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമേ. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയല്ല, സംഭവം നല്ല പൊളിയായിട്ടുണ്ട്. നല്ല ജ്യൂസിയാണ്. ആ മീറ്റൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ആ റിബൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ കടിക്കുമ്പോൾ നിങ്ങൾക്ക് ശബ്ദം കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിഞ്ഞൂടാ. നല്ല കറുമുറ വരുന്നുണ്ട്. സൂപ്പറാ. അപ്പം എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി വേണ്ടവർ കമൻറ്റ് ചെയ്യുക. ബൈ.